Hi friends, welcome back to EduMedia. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ബേട്ടി കെ നാം എന്ന പാഠത്തിന്റെ അനുബന്ധ പ്രവർത്തനങ്ങളാണ്. പാഠപുസ്തകത്തിൽ ഈ പാഠവുമായി ബന്ധപ്പെട്ട് 6 പ്രവർത്തനങ്ങളാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഒന്നാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ പാഠത്തിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ ഈ കത്തിൽ വന്നിട്ടുള്ള വിദേശ ശബ്ദങ്ങൾ അല്ലെ വിദേശ ഭാഷയിൽ നിന്നും ഉൾക്കൊണ്ടിട്ടുള്ള നമ്മൾ സ്വീകരിച്ചിട്ടുള്ള ഹിന്ദി ശബ്ദങ്ങൾ കണ്ടെത്തുക. 2, ഈ പാഠവുമായി ബന്ധപ്പെട്ട് 3 ചോദ്യങ്ങൾ ഉണ്ട്, അതിന് ഉത്തരം കണ്ടെത്തുക. പിന്നീട് ഒരു ചരിത്ര ചിത്രം തയ്യാറാക്കുക, അതായത് ബാദ്ഷാഹിനെ കുറിച്ച് ഒരു ചരിത്ര ചിത്രം എഴുതുക. പിന്നീട് ബാദ്ഷാഹ് കത്ത് എഴുതിയതിനു ശേഷം അന്നത്തെ രാത്രി കിടക്കുന്നതിന് മുമ്പ് എഴുതുന്ന ഡയറി. പിന്നീട് ഉള്ളത് ഒരു ജവാബി പത്രമാണ്. ജവാബി പത്ര സോനുവിന് സുരഭി എഴുതുന്ന ഒരു ജവാബി പത്ര തയ്യാറാക്കുക. അവസാനത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് യുദ്ധ കെ ഭീഷൺ പരിണാം എന്ന വിഷയത്തെ അധികരിച്ച് ഒരു കൊളാഷ് തയ്യാറാക്കുക എന്നു. അപ്പൊ നമ്മൾ ഈ 6 പ്രവർത്തനങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ലെ ഒന്നാമത്തെ പ്രവർത്തനം അല്ലെ ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഈ പാഠത്തിൽ തന്നിട്ടുള്ള വിദേശ ശബ്ദങ്ങൾ കണ്ടെത്തുക. അതിൽ കുറെ വാക്കുകൾ പുസ്തകത്തിൽ തന്നിട്ടുണ്ട്. ആ വാക്കുകളുടെ ഈ കത്തിൽ വന്നിട്ടുള്ള അതിന് തത്തുല്യമായ വാക്ക് ഏതെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് വിദേശ ശബ്ദങ്ങൾ. അപ്പൊ നമ്മൾ ഹിന്ദി ഭാഷയെ കുറിച്ച് പറയുമ്പോൾ അതിലെ വാക്കുകൾ അല്ലെ ശബ്ദങ്ങൾ അതിന്റെ ഉൽപ്പത്തിയെ കുറിച്ച് പറയുമ്പോൾ അത് 4 തരത്തിലാണെന്നാണ് പറയുന്നത്. അതായത് അതിന് 4 ആയിട്ട് തിരിച്ചിരിക്കും. 1 തത്സമ്, 2 തദ്ഭവ്, 3 ദേശജ്, 4 വിദേശി. അപ്പൊ ഈ തത്സം എന്ന് വെച്ചാൽ എന്താണ്? തത്സം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്കൃതത്തിലെ അതേ വാക്ക് തന്നെ ഹിന്ദിയിൽ ഉപയോഗിക്കുന്നു. അതാണ് തത്സം എന്ന് പറയുന്നത്. ആകാശം, സൂര്യ തുടങ്ങിയ വാക്കുകളൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. തദ്ഭവ് എന്ന് വെച്ചാൽ സംസ്കൃതത്തിലെ വാക്കിന് ചെറിയ പരിവർത്തനം വന്ന് ഉപയോഗിക്കുന്ന വാക്കുകൾ. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മൾ ആഗ് എന്ന് ഹിന്ദിയിൽ പറയുന്നത് അത് സംസ്കൃതത്തിലെ അഗ്നിയാണ്. അതുപോലെ തന്നെ രാത്ത് എന്ന് പറയുന്നത് സംസ്കൃതത്തിലെ രാത്രിയാണ്, രാത്തായി മാറിയത്. അപ്പൊ അതാണ് തദ്ഭവ്. ഇനി മൂന്നാമത്തേത് ദേശജ് എന്നത്. ദേശജ് എന്ന് പറയുന്നത് അതിന്റെ ഉൽപ്പത്തി എവിടെ നിന്നാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, എവിടെ നിന്നാണെന്നുള്ളത്. അത് ഓരോ വിവിധ പ്രദേശങ്ങളിലെ പ്രത്യേകതകൾ ഉൾക്കൊണ്ടുകൊണ്ട് സ്വയം സൃഷ്ടിക്കപ്പെട്ട വാക്കുകളാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ജൂത്ത, ഗാഡി തുടങ്ങിയ വാക്കുകളൊക്കെ ആ ഗണത്തിൽപ്പെടുന്നതാണ്. ഈ 4ാമത്തെ ഗണത്തിൽപ്പെടുന്നതാണ് വിദേശി ശബ്ദം. വിദേശി ശബ്ദം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശ ഭാഷകളുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ അവരുടെ സ്വാധീനം മൂലം അവരുപയോഗിക്കുന്ന വാക്കുകൾ പലതും നമ്മുടെ ഭാഷയിൽ നമ്മൾ ഉപയോഗിക്കും. അത്തരത്തിലുള്ള വാക്കുകൾ ധാരാളം നമ്മുടെ ഈ കത്തിലുണ്ട്. അത് ഏതൊക്കെയാണ് എന്ന് കണ്ടെത്താനാണ് ഒന്നാമത്തെ പ്രവർത്തനം. അപ്പൊ നമ്മുടെ ഈ പാഠത്തില് 3 വിദേശ ഭാഷകളിൽ നിന്നുള്ള ശബ്ദങ്ങളാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് പറയാം. 1 പേർഷ്യൻ അല്ലെങ്കിൽ പാഴ്സി, 2 അറബിക്, അതുപോലെ തന്നെ 3ാമത്തേത് ഉറുദു. ഈ 3 ഭാഷകളുടെ സ്വാധീനം ഈ കത്തുകളിൽ അദ്ദേഹത്തിന്റെ ഭാഷയിലുണ്ട്. അപ്പോൾ നമുക്ക് ആ ഭാഷകളെ കുറിച്ച് കൂടുതൽ നിങ്ങൾ ഒരുപക്ഷെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിലും പാഴ്സി എന്ന് പറയുന്ന പേർഷ്യൻ ലാംഗ്വേജ് അല്ലെ പാഴ്സി ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇറാൻ, ഇറാഖ് തുടങ്ങിയ സ്ഥലങ്ങളൊക്കെയാണ് അത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ
ഉറുദു എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ ഔദ്യോഗിക ലാംഗ്വേജ് ആണ്. ഹിന്ദിയുമായിട്ട് വളരെ സാമ്യമുണ്ട്. അറബി എന്ന് പറയുന്നത് നമുക്കറിയാം ഗൾഫ് കൺട്രീസ്, സൗദി അറേബ്യ, കുവൈറ്റ്, ഒമാൻ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഭാഷ. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ആ വാക്കുകൾ, നമ്മുടെ പുസ്തകത്തിൽ 11 വാക്കുകൾ, ഹിന്ദി വാക്കുകൾ തന്നിട്ടുണ്ട്. അതിന് തത്തുല്യമായ ഹിന്ദി വിദേശി ശബ്ദം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഞാൻ ബോർഡിൽ ആ 11 വാക്കുകൾ എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ വാക്ക് അനാഥ് എന്നാണ്. അനാഥ്. അനാഥ് എന്ന വാക്കിന് തത്തുല്യമായ പാഠത്തിൽ കൊടുത്തിരിക്കുന്ന വാക്ക് യത്തീം എന്നാണ്. യത്തീം എന്ന വാക്ക് ഒരു ഫാഴ്സി ശബ്ദമാണ്. ഫാഴ്സിയിൽ നിന്നും എടുത്തിട്ടുള്ള അല്ലെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് യത്തീം എന്നത്. രണ്ടാമത്തേത് സാന്ത്വന. സാന്ത്വന എന്ന വാക്കിന് തത്തുല്യമായ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കരാർ എന്നാണ്. കരാർ. കരാർ എന്നതിന്റെ അത് ഒരു അറബി വാക്കാണ്. അറബിയിൽ നിന്ന് നമ്മൾ സ്വീകരിച്ചിട്ടുള്ള വാക്കാണ്. മൂന്നാമത് ദേശ്. ദേശ് എന്നതിന്റെ തത്തുല്യമായ വാക്ക് മുൽക്ക് ആണ്. മുൽക്ക്. മുൽക്ക് എന്നുള്ള വാക്ക് ഒരു അറബി ശബ്ദമാണ്. അതുപോലെ തന്നെ നാഷ്. നാഷ് എന്ന വാക്ക് തത്തുല്യമായത് തബാഹി എന്നാണ്. തബാഹി എന്നുള്ളത് ഒരു ഫാഴ്സി ശബ്ദമാണ്. അതുപോലെ തന്നെ അഞ്ചാമത്തെ വാക്ക് സംഭാവന. സംഭാവന മത്തലബ് ഗുഞ്ചായിഷ്. ഗുഞ്ചായിഷ് ഒരു ഉറുദു വാക്കാണ്. അതുപോലെ അടുത്ത വാക്ക് വിധവ. വിധവ എന്നതിന്റെ തത്തുല്യമായ വേർഡ് ബേവ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ബേവ അത് ഒരു ഉറുദു വാക്കാണ്. അടുത്ത ബാർ. ബാർ എന്നതിന്റെ വാക്ക് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ദഫ. തീൻ ദഫ. ദഫ എന്നതിന് നമ്മുടെ ഡിക്ഷണറിയിൽ കാണുന്നത് ഹിന്ദി വാക്ക് തന്നെയാണ്. അറബിയിലും ഇതേ വാക്കുണ്ട്, പക്ഷെ അർത്ഥം വേറെയാണ്. അർത്ഥം അറബിയിൽ ഇതിന് ഗാർഡിയൻ എന്നാണ് അർത്ഥം, സംരക്ഷകൻ എന്ന അർത്ഥമാണ്. പിന്നെ ഇനാം. ഇനാം അതിന് തത്തുല്യമായ വാക്ക് തോഫെ ആണ്, സമ്മാനം. അത് ഒരു ഉറുദു വാക്കാണ്. അതുപോലെ തന്നെ യോഗ്യ. യോഗ്യ എന്നുള്ളതിന് സമാനമായ വാക്ക് കാബിൽ ആണ് ഇതിൽ വന്നിരിക്കുന്നത്. അതും ഉറുദു നിന്ന് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ വ്യക്തി. വ്യക്തി എന്നതിന്റെ സമാനമായ വാക്ക് ഷഖ്സ് ആണ്. അത് ഒരു ഫാഴ്സി ശബ്ദമാണ്. അതുപോലെ തന്നെ അവസാനത്തെ ചിന്ത. അതിന്റെ സമാനമായ വാക്ക് ഫിക്ർ ആണ്. അതൊരു ഉറുദു വാക്കാണ്. ഒരിക്കൽ കൂടി ഒന്നുകൂടെ ഞാൻ വായിക്കാം. അനാഥ യത്തീം, സാന്ത്വന കരാർ, ദേശ് മുൽക്ക്, നാശ് തബാഹി, സംഭാവന ഗുഞ്ചായിഷ്, വിധവ ബേവ, ബാർ ദഫ, ഇനാം തോഫെ, യോഗ്യ കാബിൽ, വ്യക്തി ഷഖ്സ്, ചിന്ത ഫിക്ർ. അപ്പോൾ നമ്മൾ ഈ വാക്കുകൾ അതിന്റെ ഒറിജിൻ എവിടെ നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മൾ സ്വയം തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഒരു പാഠം പഠിച്ചപ്പോൾ, ഇതിലെ വാക്കുകൾ പഠിച്ചപ്പോൾ നമ്മൾ എത്ര ഭാഷകളാണ് കുറിച്ചുള്ള വാക്കുകളാണ് പഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 ഭാഷകൾ മാത്രമല്ല. നമ്മളിപ്പോൾ പറഞ്ഞതനുസരിച്ചാണ് 3 ഭാഷ. പാഴ്സിയിലെ കുറിച്ച് നമുക്കൊരു കുറെ വാക്കുകൾ പഠിച്ചു, അറബി പഠിച്ചു, പിന്നെ ഉറുദു പഠിച്ചു. അതുകൂടാതെ നമ്മൾ ഇതിൽ പറഞ്ഞു സംസ്കൃതത്തിൽ നിന്നാണ് പല വാക്കുകൾ, സംസ്കൃത വാക്കുകൾ പഠിച്ചു. പിന്നെ നമ്മൾ ഹിന്ദി വാക്കാണ്. പിന്നെ ഹിന്ദുസ്ഥാനി എന്നൊരു ഭാഷയും കൂടെ ഉണ്ട്. ഹിന്ദുസ്ഥാനി എന്ന് പറഞ്ഞാൽ ഹിന്ദിയും ഉറുദുവും കൂടെ മിക്സഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജാണ്. അപ്പം ചുരുക്കി പറഞ്ഞാൽ എത്ര ലാംഗ്വേജ് നമ്മൾ ഈ കത്ത് വായിക്കുന്നതിലൂടെ നമ്മൾ കടന്നുപോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 ഭാഷകളിലൂടെ കടന്നുപോയി എന്ന് പറയാൻ പറ്റും. 6 ഭാഷകളെ കുറിച്ചുള്ള ചെറിയ ശബ്ദങ്ങൾ നമ്മൾ പഠിച്ചു എന്ന് വേണമെങ്കിൽ കരുതാം. അപ്പൊ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമാണ്. നമുക്ക് അഭിമാനത്തോടെ ഓർക്കാം അക്കാര്യം. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇതിന്റെ വിദേശ ശബ്ദത്തെ കുറിച്ച് മനസ്സിലാക്കാനായിട്ടുള്ളത്. നമ്മൾ ഈ പാഠത്തിൽ കൊടുത്തിരിക്കുന്ന ചോദ്യോത്തരങ്ങൾ ആണ് ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കൈദി ബാബ് കോ അപ്നി ബേട്ടി കാ കത്ത് എക് ആസ്നാമ താ ക്യോ എന്നാണ്. തടവിലാക്കപ്പെട്ട ഈ പിതാവിന് തന്റെ മകളുടെ കത്ത് ഒരു വിലാപകാവ്യമായിട്ട് തോന്നി. എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നാൻ കാരണം ബാദ്ഷാഹ് और बेटी दोनों कैद में है और दूर सैकड़ों मील दूर है दोनों. ले बाप म्यांमार में है
और बेटी कहाँ पर है, दिल्ली में है। तो आपस में मिलने की कोई संभावना नहीं है। और एक खत में उन्होंने अपने यातनाओं के बारे में लिखा है और अपने प्रजाओं के परेशानियों के बारे में लिखा है। तो ये सब पढ़कर बादशाह को एक खत पढ़ने से बादशाह को क्या लगा, एक खत एक आसनामा जैसे लगा। तो ഇതാണ് ഇതിന്റെ ആൻസർ. അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതും, ഞാൻ ഇതിനെ എഴുതി വായിച്ച് നിങ്ങളെ കേൾപ്പിക്കാം. बादशाह और बेटी अंग्रेजों की कैद में थे. कैद में होने के कारण वे आपस में मिल नहीं सकते थे. बेटी की परेशानी और दिल्ली वासियों की यातना पत्र में व्यक्त है. इसलिए बादशाह को बेटी का खत आसनामा जैसे लगा. അപ്പൊ അതാണ് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ഇനി രണ്ടാമത്തെ ചോദ്യം दिल्ली वाले मुझको रोते होंगे, मैं भी उनको रोता हूं, यहाँ शासक का कौन सा गुण प्रकट होता है. അപ്പോ ദില്ലിയിലുള്ളവർ എന്നെ ഓർത്ത് കരയുന്നുണ്ട്, ഞാനും നിങ്ങളെ ഓർത്ത് കരയുന്നു എന്ന് പറയുമ്പോൾ ഈ ബാദ്ഷാഹിന്റെ എന്ത് ഗുണമാണ് കാണിക്കുന്നത് എന്നാണ്. എന്താ ഗുണം കാണുവാൻ? അദ്ദേഹത്തിന്റെ തന്റെ രാജ്യത്തോടുള്ള സമർപ്പണ മനോഭാവവും അതുപോലെ തന്നെ ദേശത്തോടുള്ള സ്നേഹവും ഒക്കെയാണ് പ്രകടമാക്കുന്നത്, അല്ലെ? അപ്പൊ അത് ഉത്തരവായിട്ട് വായിക്കുകയാണ്. न्यायप्रिय एवं प्रजा के हित के लिए अपने को समर्पित शासक का चित्र है. അപ്പം अपने प्रजा और अपने प्रजा के लिए समर्पित एक शासक का चित्र हम यहाँ देख सकता है. सम्राट की देश स्नेह और सहानुभूति प्रकट होती है. അപ്പം सम्राट की ദേശസ്നേഹവും അതുപോലെ തന്നെ സഹാനുഭൂതിയും ഒക്കെ ഇവിടെ പ്രകടമാകുന്നു. അപ്പൊ ഇതാണ് ഇതിന്റെ രണ്ടാമത്തെ ഉത്തരം. ഇനി അവസാനത്തെ ചോദ്യം, യഹ് ഖത്ത് തുംകോ മിലേഗാ ഭി യാ നഹി, ബാദ്ഷാ കെ മൻ മേ ऐसा शंका क्यों उभरा होगा. ഈ കത്ത് കിട്ടുമോ ഇല്ലയോ എന്ന ഒരു സംശയം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാകാൻ കാരണം എന്താണ്? കാരണം എന്താ? അദ്ദേഹം തന്റെ ജീവിതത്തിൽ ഇതുപോലെ നിരവധി ആളുകളെ കണ്ടിട്ടുണ്ട്, വിശ്വസ്തരായി കൂടെ നിന്നിട്ട് അവസാനം ചതിച്ചിട്ടുള്ള പല അനുഭവങ്ങളും അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു സംശയം ഉണ്ടായത്. അപ്പൊ ആ ഉത്തരം വായിക്കുകയാണ്. बादशाह ने ऐसे बहुत से व्यक्ति देखे जो आखिर में दगाबाज और दूसरों के भेजे जासूस साबित हुए. इसलिए उनके मन में यह शंका उठी कि उनका खत बेटी को मिलेगा या नहीं. അപ്പൊ ഇത്രയാണ് ഇതിലെ ചോദ്യോത്തരങ്ങൾ. 3 ചോദ്യോത്തരങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ചോദ്യോത്തരങ്ങൾ വളരെ എളുപ്പമാണ്, അത് മനസ്സിലാക്കുക. അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യുന്നത് ബാദ്ഷാഹിന്റെ ചരിത്രചിത്രമാണ്. ചരിത്രചിത്രം എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടറൈസേഷൻ ആണ്. ഒരു കഥാപാത്രത്തെ കുറിച്ച് നമ്മൾ വിവരിക്കുക, അതിന്റെ സ്വഭാവ ഗുണത്തെ കുറിച്ച് വിവരിക്കുക. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചിരുന്നു എന്താണ്, ജുലൂസ് എന്നുള്ള നാടകത്തിൽ നമ്മൾ പഠിച്ചു എന്താണ്, ഇബ്രാഹിം അലിയുടെ അതുപോലെ തന്നെ മൈക്കൂന്റെ ഒക്കെ ചരിത്രചിത്രം നമ്മൾ എഴുതി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ചരിത്രചിത്രം എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, അതിലെ നമുക്ക് അവരുടെ സ്വഭാവത്തെക്കുറിച്ച് പറയാം, അവരുടെ ഗുണങ്ങളെ പറ്റി പറയാം, അവരുടെ ഫിസിക്കൽ അപ്പിയറൻസിനെ കുറിച്ചുണ്ടെങ്കിൽ അത് പറയാം, അതുപോലെ തന്നെ അവരുടെ ചിന്തകളെ കുറിച്ച് പറയാം, അവർ പറഞ്ഞിട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെ അവരുടെ സ്വഭാവ സവിശേഷതകൾ നമുക്ക് വിവരിക്കുകയാണ് നമ്മൾ ക്യാരക്ടറൈസേഷൻ അല്ലെങ്കിൽ ചരിത്ര ചിത്രങ്ങളിലൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഈ പാഠത്തില് ചരിത്രചിത്രനായിട്ട് ചോദിക്കാൻ ഒരു കഥാപാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഭാഷ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത് വളരെ എളുപ്പമാണ്. ഇത് മാത്രം പഠിച്ചാൽ തന്നെ നമുക്ക് പരീക്ഷയ്ക്ക് വരും എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ ഈ ബാദ്ഷാഹിന്റെ ചരിത്ര ചിത്രത്തിന്റെ ഒരു നമൂന, ഒരു ഉദാഹരണം ഞാനിവിടെ വായിക്കാം, നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുക. बहादुर शाह सफर अंतिम मुगल सम्राट थे. वे न्यायप्रिय एवं प्रजा के हित के लिए समर्पित शासक थे.
कैद खाने में रहकर उन्होंने अपनी बेटी को एक खत लिखा। उसमें उन्होंने लिखवाया कि अपनी बेटी का खत कैदी बाप को एक आसुनामा था। 3 दफा सुनने के बाद भी बादशाह को दिल को करार नहीं आया। इससे बेटी और परिवार के प्रति सम्राट का प्यार व्यक्त है। जवाबी पत्र में उन्होंने लिखा कि दिल्ली वाले क्या यह नहीं जानते कि मैं उनको रोता हूं। अपने देशवासियों के प्रति उनके मन में प्यार और सहानुभूति है। गुलामी को बादशाह मौत मानते हैं, इसलिए वे इस प्रकार सोचते हैं कि अभी तो हम लकड़ी की भीगी हुई कब्र में जिंदा ही दफन है, अब मर जाएंगे तब भी कब्र में होगी। कैद खाने में रहते हुए भी उनमें साहस और देश प्रेम का स्वर मुखरित है। अब हंसो या रोयो कोई फायदा नहीं, प्रस्तुत कथन उनके साहसी मन का प्रमाण है। 17 दिसंबर 1862 को कैद खाने में ही उन्होंने अंतिम सांस ली। इस प्रकार वे देश की आजादी के लिए शहीद हो गई। അപ്പോൾ ഇത് ബാദ്ഷാഹിന്റെ ചരിത്ര ചിത്രം എഴുതുവാനായിട്ടുള്ള ഒരു ഉദാഹരണം മാത്രമാണ്. അപ്പോൾ ചരിത്രത്തിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാം. ഇപ്പം ഞാനിപ്പോൾ ഈ വായിച്ചത് തന്നെയാണ് ഒരു പെർഫെക്റ്റ് എന്നൊരു പറയാൻ സാധിക്കില്ല. ഇതിലും മനോഹരമായിട്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും, അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് എഴുതി തരാൻ സാധിക്കും. അതല്ലെങ്കിൽ മറ്റ് സോഴ്സുകളൊക്കെ ഉണ്ട്, ധാരാളം ഗൈഡുകളുണ്ട്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മാസികകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ നല്ല സെന്റൻസുകളും കൂടുതൽ മനോഹരമായ ശൈലി പ്രയോഗങ്ങളോടുകൂടിയൊക്കെ ഒരുപക്ഷെ ലഭിക്കും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനോഹരമായിട്ടുള്ളതും ഏറ്റവും എളുപ്പമായിട്ടുള്ളത് നിങ്ങൾ തന്നെ സ്വയം കണ്ടെത്തി ഒരു ചരിത്രത്തിൽ സ്വയം നിങ്ങൾ തയ്യാറാക്കി പഠിക്കുക. അതാണ് ഏറ്റവും പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ സ്വയം തയ്യാറാക്കി പഠിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ ഇത്രയാണ് ചരിത്രത്തിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇനി നമ്മൾ ഡയറിയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ബാദ്ഷാ എഴുതുന്ന ഡയറി. അപ്പൊ ഡയറി എന്ന് പറയുന്നത് നമ്മൾ കത്ത് പോലെ തന്നെയാണ്. കത്ത് എഴുതുകൊണ്ടുള്ള എല്ലാ ഗുണങ്ങളും ഡയറി എഴുതുമ്പോഴും കിട്ടും. അപ്പൊ ഡയറി എന്ന് വെച്ചാൽ എന്താണ്? അനുദിനം നമ്മൾ എഴുതുന്ന കാര്യമാണ് ഡയറി, അല്ലെ? അനുദിനം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നമുക്ക് പ്രിയങ്കരങ്ങളും അല്ല അപ്രിയങ്കരമായ സംഭവങ്ങൾ നമ്മൾ എഴുതുകയാണ്. അപ്പൊ അത് എഴുതുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കഴിഞ്ഞ കാലഘട്ടങ്ങൾ നമുക്ക് ഓർത്തെടുക്കാൻ എളുപ്പമായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പിന്നീട് ഒരുപക്ഷെ നിങ്ങൾ കുറെ കഴിയുമ്പോൾ നമുക്കൊരു ആത്മകഥയൊക്കെ എഴുതണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ ഡയറിയിലൂടെ നമുക്ക് പോകുമ്പോൾ നമ്മുടെ പിന്നിട്ട സംഭവങ്ങളൊക്കെ നമുക്ക് ഓർത്തെടുക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഗുണം. അപ്പോൾ അത് നമ്മൾ ഡയറി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഡയറി എഴുതുമ്പോൾ നമ്മൾ അതിൻ്റെ ഡേറ്റ്, ദിവസം, സമയം ഇത് കൃത്യമായിട്ട് രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ അതിൽ ആ ദിവസം നടന്ന സംഭവങ്ങളൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് ആവശ്യം വേണ്ട എല്ലാം ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ആ നടന്ന സംഭവങ്ങളുടെയൊക്കെ എണ്ണം അതിലെ നമ്പറുകളൊക്കെ എഴുതി വെക്കുകയാണെങ്കിൽ അതൊക്കെ വളരെ നന്നായിരിക്കും. അപ്പോൾ അതൊക്കെയാണ് പൊതുവിൽ നമുക്ക് ഡയറിയെ കുറിച്ച്. പിന്നെ പൊതുവിൽ ഡയറി നിങ്ങൾ 5ാം ക്ലാസ് തൊട്ട് തന്നെ ഡയറി എഴുതുന്നവരാണ്. ഇപ്പോൾ ഡയറിക്ക് പൊതുവായിട്ട് നമുക്ക് തുടക്കം ചില സെന്റൻസുകളൊക്കെ വേണമെങ്കിൽ നമുക്ക് പൊതുവായിട്ട് കോമൺ ആയിട്ട് പറയാവുന്നതുണ്ട്. ആജ് മേരെ ലിയേ അച്ഛാ ദിൻ ഥാ, അല്ലെങ്കിൽ ആജ് മേരെ ലിയേ അവിസ്മരണീയ ദിൻ ഥാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള കോമൺ ആയിട്ട് ഉപയോഗിക്കാവുന്ന വാക്കുകളുണ്ട്. അവസാനമാണെങ്കിൽ കുറേ വാക്കുകൾ വേണമെങ്കിൽ ഉപയോഗിക്കാം. എന്താണ്? ആജ് മേ സോനെ കെ ലിയേ ജാ രഹാ ഹൂം, ഭഗവാൻ മുझे अच्छी नींद दे, അങ്ങനെയൊക്കെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഇതിലൂടെ ഞാൻ ബാദ്ഷാ എഴുതുന്ന ഡയറിയുടെ ഒരു നമൂന, ഒരു ഉദാഹരണം ഞാനിവിടെ വായിക്കാം. അപ്പോൾ ആദ്യം എന്തെഴുതണം? സ്ഥാന, താരീഖ്. അപ്പോൾ രംഗൂണാണ് സ്ഥലം. ഡേറ്റ് നമുക്കറിയാം എന്താണ്? 18/5/1857. ഒരു ഡേറ്റ് ബുധവാർ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡേറ്റ് സൗകര്യപ്രദമായ ഡേറ്റ് എഴുതുന്നു. പ്രിയ ഡയറി എന്ന് വേണമെങ്കിൽ സംബോധന ചെയ്യാം. ഡയറിയെ നമ്മുടെ ഒരു
കൂട്ടുകാരനായിട്ട് സങ്കല്പിച്ചുകൊണ്ട് അങ്ങനെ എഴുതാം. आज मुझे एक अविस्मरणीय आज का दिन मेरे लिए एक अविस्मरणीय दिन था. आज मेरी बेटी का खत मिला. वह खत नहीं था, एक आसनामा था. 3 बार सुनने के बाद भी दिल को करार नहीं आया. खत पढ़ने पर मुझे ऐसा लगता है कि बेटी तू पास खड़ी है. दिल्ली वाले मुझको रोते होंगे, मैं भी उनको रोता हूं, लेकिन अब हंसने या रोने से कोई फायदा नहीं, क्योंकि मैं काले पानी में हूं. अब जीते जी मुझे किसी से मिलने की आस नहीं है. मेरी कब्र परदेश में बनेगी. अभी मैं लकड़ी की भीगी हुई कब्र में जिंदा ही दफन हूं. मुझे नींद आ रही है. अब मैं सोने के लिए जा रहा हूं. हे भगवान मुझे अच्छी नींद दे. खुदा हाफिज. ശുഭരാത്രി. അപ്പോൾ ഇതിൻ്റെ ഒരു ഉദാഹരണമാണ്. അപ്പോൾ ഇതുപോലെ ഒരു ഡയറി നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി ഉണ്ടാക്കണം. അപ്പോൾ ഇതാണ് ഡയറിയെ കുറിച്ച് പറയാനായിട്ട് ഉള്ളത്. അടുത്തതായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു ജവാബി പത്രം നമുക്ക് എഴുതുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. ജവാബി ഒരു കത്ത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ആദ്യ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു. അതേ കാര്യങ്ങളെല്ലാം ഇത് എഴുതുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ ചോദ്യം നമ്മുടെ ഹിന്ദിയിൽ അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി വായിച്ച് മനസ്സിലാക്കണം. അതിന്റെ സാരാംശം ഞാനിങ്ങ് പറഞ്ഞേക്കാം. അവിടെ സുരഭിയാണ് കത്ത് എഴുതുന്നത്. അതായത് സോനുവിന് ഒരു കത്ത് എഴുതുകയാണ് സുരഭി. ഇപ്പൊ സുരഭിയുടെ അച്ഛൻ ഒരു വൃത്തചിത്രം അല്ലെങ്കിൽ എന്താണ് ഒരു ഷോർട്ട് ഫിലിം നമ്മുടെ ദേശ സ്വാതന്ത്ര്യ സേനാനികളെ കുറിച്ചുള്ള ഒരു ഷോർട്ട് ഫിലിമിന്റെ CD കൊണ്ട് കൊടുക്കുന്നു. അവരത് കാണുന്നു. അപ്പോൾ സുരഭി അത് കണ്ട് വളരെ ആവേശഭരിതയായിട്ട് അതേക്കുറിച്ച് വർണ്ണിച്ചുകൊണ്ട് ആ കത്ത് അല്ലെങ്കിൽ ആ CD അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് വിവരിച്ചുകൊണ്ടാണ് ഈ കത്ത് എഴുതുന്നത്. അപ്പോൾ ആ സുരഭിക്ക് സോനു എഴുതുന്ന മറുപടി കത്താണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ അതിന്റെ ഒരു മോഡല് ഞാനിവിടെ വായിച്ചു കേൾപ്പിക്കും. അപ്പൊ ആദ്യം സ്ഥാന താരീഖ് എഴുതുക. അതിനുശേഷം സംബോധന. പ്രിയ സുരഭി, मुझे तुम्हारा खत मिला. मुझे इस बात पर खुशी है कि वहां सब ठीक है. मैं यहाँ ठीक हूं. मैंने 4 विषय पूरे किए. तुमने खत के साथ जो CD भेजा था वह मैंने देखा. तुम्हारा कथन सही है. कितना जोशीला कहानी था. मुझे भी ऐसा लगता है कि हमारा देश वीरों की भूमि है. वृत्तचित्र का नायक बहादुर शाह जफर सचमुच एक वीर पुरुष ही है. हमारे लिए एक नमूना है यह नायक. इस प्रकार का CD और है तो आगे भी मुझे जरूर भेज देना, भूलना मत. शीघ्र ही मिलने की प्रतीक्षा में मैं अब समाप्त करता हूं. मैं तुम्हें हार्दिक शुभकामनाएं देता हूं. घर में सबको मेरा प्रणाम. तुम्हारी सहेली സോനു ഹസ്താക്ഷർ. അപ്പോൾ ഇതാണ് ജവാബി പത്രന്റെ ഒരു ഉദാഹരണം. അവസാനത്തെ പ്രവർത്തനം എന്ന രീതിയിൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു കൊളാഷ് നിർമ്മാണമാണ്. കൊളാഷ് ഇതിനെ കുറിച്ചാണ് യുദ്ധ കെ ഭീഷൺ പരിണാം എന്നതിനെ അധികരിച്ച് ഒരു കൊളാഷ് നിർമ്മിക്കുക എന്നാണ്. കൊളാഷ് എന്ന് വെച്ചാൽ എന്താണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുക. നമ്മൾ ഒരുപക്ഷെ അറിയാതിരിക്കാം. അതിൻ്റെ ഒരു കൊളാഷ് ഈസ് എ പീസ് ഓഫ് ആർട്ട് വർക്ക് ദാറ്റ് ഇൻകോപ്പറേറ്റ് എ വെറൈറ്റി ഓഫ് മെറ്റീരിയൽസ് എന്നാണ്. അതായത് ഒരു ആർട്ട് വർക്കാണ്. അതിൽ ധാരാളം വസ്തുക്കൾ ഉപയോഗിക്കുന്നു. അതായത് പല തുണ്ട് പേപ്പറുകൾ ചേർത്ത് ഉപയോഗിച്ച് കൊണ്ട് നമുക്കൊരു ചാർട്ട് പേപ്പറിൽ വേണം കഴിക്കാം. വാർത്തകൾ ചേർത്ത് വെച്ച് അല്ലെങ്കിൽ ചിത്രങ്ങൾ ചേർത്ത് വെച്ച് ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അപ്പം ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉപയോഗത്തിലൂടെ നമ്മുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതുപോലെ അപ്പോൾ അത് അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യണം, നമ്മുടെ കണ്ണുകൾ വർക്ക് ചെയ്യണം, കൈകൾ, ഇതെല്ലാം ഒരുമിച്ച് ഒരു കോർഡിനേഷൻ ഉണ്ടാകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് പല വസ്തുക്കൾ നമുക്ക് അതിനായിട്ട് ഉപയോഗിക്കാം. ഏതൊക്കെയാണ്? നമുക്ക് ഫാബ്രിക് കൊളാഷ് ഉണ്ടാവും. അതുപോലെ തന്നെ പെയിന്റ് കൊണ്ട് കൊളാഷ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഡിജിറ്റൽ പെയിന്റിങ് അല്ലെ ഡിജിറ്റലായിട്ട് നമുക്കത് ഉണ്ടാക്കാം. അതുപോലെ തന്നെ തടിയൽ ഉണ്ടാക്കാം. അപ്പം അങ്ങനെ വിവിധ മെറ്റീരിയൽ ഉപയോഗിച്ച് നമ്മളുടെ ക്രിയേറ്റിവിറ്റിയും ഭാവനയും
അല്ലെങ്കിൽ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കത് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം എന്നതിനെപ്പറ്റി ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും, കൊളാഷിനെ കുറിച്ച് കിട്ടുക എന്നുള്ളത്. അപ്പോൾ യുദ്ധത്തിന്റെ ഭീഷണി പരിണാമം, അപ്പോൾ യുദ്ധം മൂലം ഉണ്ടാകുന്ന പരിണിത ഫലം, അത് വേണമെങ്കിൽ പഴയ പത്ര കട്ടിങ്ങുകൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ചിത്രങ്ങൾ വരച്ചുണ്ടാക്കാം, അല്ലെങ്കിൽ ശില്പങ്ങൾ പോലെ ഉണ്ടാക്കാം. അങ്ങനെ നിരവധിയായിട്ടുള്ള നിങ്ങളുടേതായ ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു യുദ്ധത്തിന്റെ ഭീകരതയുടെ ആ മെസ്സേജ് മറ്റുള്ളവരിൽ എത്തിക്കുന്ന ഒരു കൊളാഷ്. അപ്പോൾ വിവിധ സാമഗ്രികൾ കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന ഒരു സൃഷ്ടിയാണത്. അപ്പോൾ അതിന്റെ സൃഷ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ അധ്യാപകരുമായിട്ട് ആലോചിച്ച് ഏത് രീതിയിലൊക്കെ വേണമെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് കൊളാഷിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ പാഠത്തിന്റെ പ്രവർത്തനങ്ങൾ ഏകദേശം പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ധന്യവാദ്. ഖുദാ ഹാഫിസ്.